ഞാനിപ്പോൾ ഇവിടെ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് തേങ്ങ നല്ലപോലെ മുരിച്ചെടുക്കാം. ഒരു 4 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തേങ്ങയിട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് മുരിച്ചെടുക്കാം. ഒരു 4 ഏലക്ക കുത്തി മാറ്റി വെക്കാം. ശർക്കര നല്ലപോലെ ഉരുക്കി വന്നിട്ടുണ്ട്. ഒരു ഉണ്ട ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഉരുക്കിയെടുത്തതാണ്. അത് മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് 3 കപ്പ് അവല് കുറച്ചായിട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ കുത്തി വെച്ചിട്ടുള്ള ഏലക്കയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി വാഴയില നല്ലപോലെ കഴുകിയെടുക്കുക. നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഓരോ അളവിലുള്ള ബോൾസാക്കി പ്രസ്സിൽ വെച്ച് പരത്തിയെടുക്കണം. എന്നിട്ട് ഇതേപോലെ വാഴയിലയുടെ നടുക്ക് വെച്ചിട്ട് ഇതേപോലെ കൈ കൊണ്ടൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഇതേപോലെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ആവി കയറ്റിയെടുക്കാം. ഒരു 20 മിനിറ്റോളം